ഹലോ മച്ചാമരെ, അപ്പൊ നിഞ്ച എൽ സ്വാഗതം. അപ്പൊ പുതിയൊരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കണേ. ഗെയിമിന്റെ പേര് ഡ്രഡ്ജ് എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് കളിച്ചു നോക്കാം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, പക്ഷെ പെയ്ഡ് ആണ് ഗെയിം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്രോമിലും കാര്യങ്ങളിലും പോയിട്ട് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഗെയിമും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡിങ് ചെയ്തെടുക്കാവുന്നല്ലോ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇപ്പൊ നമ്മളുള്ള ഒരു ഒരു വേറൊരു ഐലൻഡിലാണ്. അപ്പൊ ഞാൻ ടാസ്ക് ഒന്നും കംപ്ലീറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് മാപ്പ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഈ മാപ്പിൽ നിന്ന് ആദ്യം പോവാം. കാരണം ഈ മാപ്പ് വളരെ ഡേഞ്ചർ ആയുള്ള ഒരു ഭാഗത്താണ് ഞങ്ങൾക്ക് ഉള്ളത്. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ഇതിൽ നമുക്ക് ഈ മാപ്പിൽ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ മിഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം ഇവിടെ നമുക്ക് നമ്മളെ ഐലൻഡിലേക്ക് പോവാം. ആ ലൈറ്റ് ഓഫ് അവിടുന്ന് ലൈറ്റ് അടിക്കല്, അതാണ് നമ്മളെ ഐലൻഡ് വരുന്നത്. അപ്പൊ ഇതൊരു കപ്പൽ, ഒരു ഫിഷിംഗ് ഗെയിമും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ ഫിഷ് ചെയ്യേ, അതേമാതിരി നമ്മ ഫിഷ് ചെയ്ത മീൻ കൊണ്ടുപോയിട്ട് നമ്മ വിൽക്കുക, എന്നിട്ട് നമ്മ പേയ്മെന്റും കാര്യങ്ങളും അങ്ങനെ കിട്ടും. ഇതേമാതിരി ഫിഷ് ചെയ്യുന്നത് കിട്ടുന്നില്ല. നമുക്ക് ആദ്യം നമ്മൾ ഐലൻഡ് പോകും. കാരണം ഫിഷിങ് പിടിക്കുമ്പോൾ നമ്മുടെ ടൈം വളരെ സ്പീഡിൽ പോകും. ബോട്ടും കാര്യങ്ങളും നിർത്തിയിട്ടാൽ നമ്മുടെ ടൈമും കാര്യങ്ങളും പോകില്ല. ബോട്ട് ഓടിക്കും തോറും മേലെ പോകുന്ന ടൈം കണ്ടില്ലേ? ആ റിങ് ബ്ലാക്ക് രാത്രി ആയി വരുമ്പോൾ നമുക്ക് സീനാണ്. രാത്രി വരുമ്പോൾ ഒരു മോണിസ്റ്ററിൻ്റെ ഒരു കണ്ണിൻ്റെ പോലത്തെ ഒരു ചിഹ്നം കാര്യങ്ങളൊക്കെ വരും. ആ മോണിസ്റ്റർ നമ്മളെ പല ഇതിൽ വെച്ചിട്ട് നമ്മളെ കപ്പൽ തകർക്കാൻ നോക്കും, പല രൂപത്തിലും. നമ്മ അതിൽ നിന്നൊക്കെ എസ്കേപ്പായി നമ്മ എങ്ങനെയെങ്കിലൊക്കെ എസ്കേപ്പായി കളിക്കുന്നതാണ് ഗെയിം പ്ലേ വരുന്നത്. പിന്നെ ഇതിൽ കുറേ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കി കളിക്കണം. അതാണ് നമ്മൾ ഗെയിം പ്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ കപ്പലെന്ന് പറഞ്ഞാൽ ഫുള്ള് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതാണ്. ഇത് ഞാൻ കുറച്ച് കാലമായി ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഇതാണ് നമ്മളെ ഇത് വരുന്നത്. നമുക്ക് നമ്മളെ കപ്പലും കാര്യങ്ങളും ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പോയിട്ട് നമ്മൾ പിടിച്ച ഫിഷും കാര്യങ്ങളും നമുക്ക് ഇവിടെ വിൽക്കാം. അതേമാതിരി ഇവിടെ നമ്മളെ കപ്പലും കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്യണ സ്ഥലമാണ് വരുന്നത്. ഇത് നമ്മളെ ഇപ്പൊ കപ്പൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് തട്ടിയാൽ നമ്മളെ കപ്പലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനത്തെ ഒരു ഭാഗങ്ങളൊക്കെ ഇതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് പുതുക്കി പണിയാനും കാര്യങ്ങളൊക്കെ പറ്റും. അത് ഇവിടെ ഈ സൈഡിൽ ഇതാണ് നമ്മളിത് പറഞ്ഞത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബോട്ട് ഓടിച്ചിട്ട് നമുക്കൊരു ഫിഷ് ചെയ്യാം. നമുക്കൊരു ജസ്റ്റ് ഒരു ഷാർക്കിനെ നമുക്ക് ഒന്ന് കണ്ട് ചെയ്യാൻ നോക്കാം. ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷാർക്കുള്ള സ്ഥലം കാണിക്കുന്നത്. അവിടെ ഷാർക്കും കാര്യങ്ങളുണ്ട്. അത് ആ ഷാർക്കിനെ നമുക്ക് പിടിച്ചിട്ട് വേഗം നമുക്ക് ഇതാവാം. ഇരുട്ടിയ ടൈമിൽ നമ്മൾ ഈ ഷാർക്കിനെ പിടിച്ചിട്ട് നമുക്ക് വരുമ്പോൾ നമുക്ക് ചെറിയ പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊരു ഷാർക്കും കാര്യങ്ങളുള്ളൂ. അപ്പം നമ്മൾ ഷാർക്കിനെ നമ്മൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ നമ്മളൊരു ഷാർക്കിനെ പിടിക്കുന്നത്. കാരണം നമ്മളെ നെയ്റ്റ് പരമാവധി നിങ്ങളൊക്കെ കളിക്കാൻ നോക്കും. നെയ്റ്റ് കളിക്കുന്നില്ല, നെയ്റ്റ് പരമാവധി കളിക്കാൻ നോക്കും. നെയ്റ്റിലാണ് നിങ്ങൾക്ക് ടാസ്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഏറ്റവും കൂടുതൽ ടാസ്ക് കിട്ടാനും പണി കിട്ടാനും ചാൻസ് ഉള്ളത് നെയ്റ്റിലാണ്. അപ്പം നെയ്റ്റിൽ നിങ്ങൾ കളിക്കാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് നെയ്റ്റിൽ എന്താണ് കുഴപ്പം. നമുക്ക് ആദ്യം ഫിഷിനൊന്ന് നമുക്ക് ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് നമ്മൾ നോക്കാം നെയ്റ്റിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പണി വരണേന്ന്. അപ്പം നമ്മൾ ഫിഷിനെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഉറങ്ങിയിട്ടില്ല. ഇനി നേരെ ഒന്ന് ജസ്റ്റ് ഓടിക്കുന്ന ടൈമിൽ കണ്ടതായി നമ്മൾ കപ്പൽ മിക്കവാറും കവറാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ഭാഗത്ത് ഒരു ഫിഷും കാര്യങ്ങളും വരും. ഈ ഒരു ഭാഗത്തൊരു ഫിഷും കാര്യങ്ങളും വരും. ഒരു ചുവപ്പ് തലമുള്ളൊരു ഫിഷും വരുന്നു. ഇനി ജസ്റ്റ് ഓടിക്കാൻ മതി. വരും നീക്കാൻ പറ്റിയതും ഇതിൽ ഈ സാധനം
മണ്ണും കാര്യങ്ങളും പുറത്തും കണ്ട അതിൽ പെട്ടെന്ന് നമ്മളെ ഇത് പോവും, നമുക്ക് കപ്പലിന് പണി കിട്ടും. ഇനി അമ്മ പെട്ടെന്ന് എനിക്ക് സീനും കാര്യങ്ങളൊന്നുമില്ല, കാരണം എൻ്റെ കപ്പൽ വെച്ചാലും ഒരു സീനും കാര്യങ്ങളില്ല. അതെ, ആ ഫിഷാണ് ഗൈസ്, ആ ഫിഷാണത്. അപ്പോൾ ആ ഫിഷിൻ്റെ അടുത്ത് ഞാൻ ഒന്ന് പോയി കാണിച്ചു തരാം. നമ്മളെ കപ്പലിനെ പിടിക്കാൻ നോക്കും, പക്ഷെ നമ്മളെ കപ്പൽ ഫുള്ള് അപ്ഗ്രേഡും കാര്യങ്ങളായത് കാരണം നമ്മൾ തൊടാനും കൂടി പറ്റില്ല. എന്നൊന്ന് ശ്രദ്ധിച്ച് കളിക്കാൻ നല്ലതാണ്, നമുക്ക് പണിയിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ കാര്യങ്ങളൊന്നും കാണില്ല, നമുക്ക് ഈ ഫിഷ് കൊടുക്കുന്നതാണ് നല്ലത്. ഈ ഏരിയയുടെ ഉള്ളിലേക്ക് ആ ഫിഷിന് വരാൻ പറ്റില്ല ഗൈസ്, അതാണ് നമ്മളെ ഏരിയയുടെ ഒരു പ്രത്യേകത. ഈ ഏരിയ ഈ കല്ല് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തോട്ടേക്ക് പോയാൽ ആ ഫിഷ് നമ്മളെ കണ്ടിന്യൂ ആയിട്ടും നമ്മളെ കപ്പലിൻ്റെ ഏതെങ്കിലും ഒരു പീസ് കടിച്ചെടുത്തുകൊണ്ടുപോകും. അപ്പോൾ അതാണ് ആ ഷിപ്പിൻ്റെ ഈ ഫിഷിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് നെയ്റ്റിൽ ഈ കണ്ണ് പോലത്തെ സാധനം കണ്ട വന്നിക്കാൻ ഗൈസ്. ഇത് നമ്മളെ വാച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വാച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ദിവസം കുഴപ്പമുണ്ടാവില്ല, പിന്നീടായി വരുമ്പോൾ പണി ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ഇതിൻ്റെ ഫുൾ വാച്ചിങ് നമുക്ക് കിട്ടിയെന്ന് വെച്ചോ, ഇത് നല്ല പണിയാവുണ്ട് ഗൈസ്, നല്ല ലൈഫിൻ്റെ പണിയാവും. അവിടെ ഒരു ചോപ്പ് കളർ സാധനം കാണാം, ഞാൻ ഒന്ന് ജസ്റ്റ് എൻ്റെ കപ്പലൊന്ന് ഇതാക്കി തരാം. ചോപ്പ് കളറിൻ്റെ അടുത്തേക്കൊന്ന് എടുക്കാം നമുക്ക്. എവിടെ അല്ല ചോപ്പ് കളർ, ഫിഷിൻ്റെ കണ്ണി നമ്മൾ പെട്ടിട്ടുണ്ട് ഗൈസ്, ഫിഷിൻ്റെ കണ്ണി പെട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പണിയായി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, ലൈഫിൻ്റെ പണിയായി തുടങ്ങിയിട്ടുണ്ട്. നേരം വിളി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഓവർ പേടിക്കാനില്ല. പക്ഷേ നമ്മളെ ഇത് ആദ്യം എൻ്റെ കപ്പൽ ഇപ്പോൾ ഫുള്ള് അപ്ഗ്രേഡ് ആയത് കൊണ്ടാണ് ഞാൻ ഒന്നിലും പെടാണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ട് കളിക്കണത്. ആദ്യത്തെ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കപ്പലൊക്കെ കിട്ടുമ്പോൾ ഏത് സ്പീഡിൽ പോകുന്നു ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കാണിച്ചാൽ നമുക്ക് അതും കപ്പലൊന്നും ഇവിടെ എടുപ്പിക്കുക. നമുക്ക് ഇതിലേക്ക് പോവുക, ഇതിലോട്ട് പോയിട്ട് അൺഇൻസ്റ്റാൾ ഇത് കൊടുക്കുക, ഇത് അമർത്തി കൊടുക്കുക, അൺഇൻസ്റ്റാൾ അമർത്തുക, ഇത് അമർത്തി കൊടുക്കുക, ഇത് അൺഇൻസ്റ്റാൾ അമർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ പോയിട്ട് ഇതാണ് നമ്മളെ ഇത് കൊടുക്കുക. ഇതാണ് നമുക്ക് ഈ കപ്പൽ നമുക്ക് ഫസ്റ്റ് ടൈമിന് ഇത് കിട്ടുമ്പോൾ ഇതാണ് കിട്ടുക, ഈ എൻജിനും കാര്യങ്ങളും. അപ്പം ഈ ഗിയർ ബോക്സിൽ അപ്പം നമുക്ക് ഇത് വെച്ച് ഓടിക്കാം. കണ്ട ഗൈസ്, ഇതിൻ്റെ സ്പീഡൊക്കെ ഇതിൻ്റെ സ്പീഡ് നോക്ക്. പിന്നെ ബോട്ടും കാര്യങ്ങളും ഇങ്ങനെ ആവില്ല, ഇതിനെക്കാട്ടി ചെറുതാവും. പിന്നെ ഈ ബാക്കിൽ സാധനങ്ങളും തൂങ്ങി കിടക്കില്ല, അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ കളിക്കും തോറും നമുക്കൊരു ഐലൻഡിൽ പോകുമ്പോൾ കിട്ടണ ഇതാണ്, അതുകൊണ്ട് അത് ഇതൊക്കെ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ മറന്നില്ലേ, അതാണ് നമ്മളെ മാപ്പും കാര്യങ്ങളും പറയണത്. ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐലൻഡും ഡേഞ്ചറാണ്, ഈ സ്റ്റെപ്പ് നിൽക്കണ ഈ ഐലൻഡും ഡേഞ്ചറാണ്, ഇതും ഡേഞ്ചറാണ് ഈ ഐലൻഡുകൾ. ഇവിടെ പോയാൽ നമുക്ക് കൺഫേം ആയിട്ട് എട്ടിൻ്റെ പണി കിട്ടും. ഇവിടെ ഒരു തീയുടെ ഫിഷ് ഉണ്ടാവും, ഒരു അഗ്നി ഫിഷ്. ആ ഫിഷ് വന്ന് നമ്മളെ കപ്പൽ ഇതാക്കും, നശിപ്പിക്കും. അതൊരു 4-5 തവണ ഇടിച്ച് കഴിഞ്ഞാൽ ഇതാക്കും. അതേമാതിരി അതിൻ്റെ ശിങ്കിണികളുണ്ട്, ശിങ്കിണിയും കാര്യങ്ങളും എന്ന് വെച്ചാൽ അതിൻ്റെ ഇത് അവരെ സെക്യൂരിറ്റി മാതിരിയുള്ള അത് വന്നിട്ട് നമ്മളെ ബോട്ടിൻ്റെ അടി വന്നിട്ട് ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വലയം വെക്കുമ്പോൾ നമ്മളെ ബോട്ട് സ്ലോവും കാര്യങ്ങളും ആകും. അതാണ് ഇവിടെ ഉള്ള ഒരു ഡേഞ്ചർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ നിന്നൊരു നീരാളി പോലത്തെ ഒരു സാധനം, ഒരു പാമ്പ് പോലത്തെ സാധനം പൊന്തി വരും, ഒരു മഞ്ഞ കളറും ഒരു ബ്ലാക്ക് ശരീരമൊക്കെ ആയിട്ട്. അത് പൊന്തി വരുന്ന ടൈമിൽ നമ്മൾ കപ്പൽ നിർത്തി വെക്കുക, എന്ന് വെച്ചാൽ നമ്മൾ ഓടിക്കാണ്ടിരിക്കുക. ഓടിച്ചാൽ കൺഫേം ആയിട്ടും ഇവിടെ നിറച്ചും വേരും കാര്യങ്ങളൊക്കെയാണ്, മരത്തിൻ്റെ വേരും പൊല്ല അങ്ങനത്തെ ഇതും അതേപോലെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഓരോ ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പരമാവധി പോയിട്ട് കൊടുക്കാൻ ചാൻസ് വളരെ കൂടുതൽ. അതിലും പെട്ടില്ലെങ്കിൽ അതൊരു കൊല്ല പോലത്തെ സാധനം വന്നിട്ട് നമ്മളെ കപ്പലിൻ്റെ മേലെ കൂടെ ഇട്ട് പിടിച്ചിട്ട് നമ്മളെ കപ്പൽ പൊളിക്കും. അതാണ് ഇവിടെ പോയുള്ള ഡേഞ്ചർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫിഷ് ഉണ്ട്, ഒരു ഒറ്റക്കണ്ണുള്ള വലിയൊരു ഫിഷ്. അത് നമ്മളെ കപ്പലിനെ പുറകെ വന്നിട്ട് പരമാവധി നശിപ്പിക്കാൻ മാത്രം നോക്കും. ഇവിടെ ഉള്ളിൽ വെച്ച് ഏറ്റവും ഡേഞ്ചർ കുറവ് ഇതാ ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയയിൽ
ഡേഞ്ചർ കുറവാണ്. പിന്നെ ഈ ഏരിയക്ക് പോയാൽ ഒരു കടലിൻ്റെ അടിയിൽ ഒരു നീരാളി പോലത്തെ സാധനമുണ്ട്. അതുകൊണ്ട് നമ്മളെ കപ്പൽ കുത്തി പൊളിക്കാനാണ് നോക്കുക മാക്സിമം. പിന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ഇത് മാത്രമുള്ളൂ, നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ. വേറെ ബാക്കിയുള്ള പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എട്ടിൻ്റെ പണിയും കാര്യങ്ങളും കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതാണ് എന്ന് പറഞ്ഞു തന്നത്. അപ്പം ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ഗെയിമിലുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഓരോ ഐലൻഡിൽ പോവുക, ഐലൻഡ് നമ്മൾ നോക്കുക, എന്നിട്ട് ഐലൻഡിൽ എന്തൊക്കെ ടാസ്കുകളുണ്ട് അത് നമുക്ക് അവർ ഓരോ ടാസ്ക് നമുക്ക് പറയും. ആ ടാസ്കിൽ ഇതിൽ വന്നാൽ നമുക്ക് ഓരോ ടാസ്കുകൾ കാണിക്കും. കണ്ട ഇത്രയും ടാസ്കും കാര്യങ്ങളാണ് എനിക്ക്. ഇനി ഇത് കുറേ ടാസ്കും കാര്യങ്ങളും എനിക്ക് കംപ്ലീറ്റ് ആക്കാറുണ്ട്. അപ്പം ഈ ഗെയിം ഫുള്ളും ആയിട്ട് കംപ്ലീറ്റ് ആക്കണ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.